ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ராவண பிரபுவில் வந்து பார்த்தீங்கன்னா சீன் 5 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே சீன் 4 வரைக்கும் ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க போய் செக் பண்ணி பாருங்க. அதுக்கப்புறம் வந்து நம்ம லாலேட்டனுக்கு வந்து நிறைய மூவி நம்ம ரியாக்ட் பண்ணியிருக்கோம். அதில் ஒன் ஆஃப் த பெஸ்ட்டு பெஸ்ட்டு எனக்கு ரொம்ப பிடிச்ச மூவி வந்து பார்த்தீங்கன்னா சினிமாவின் கும்பத்து. நம்ம சோபனா மேமும் நம்ம எப்படி சொல்கிறது, நம்ம லாலேட்டனு நம்ம என்ன சொல்கிறது, அவ்வளோ அவ்வளோ ரசிச்சு நான் அந்த வந்து காமெடி ரியாக்ட் பண்ணேன். அது ஃபுல் மூவியும் நான் ரியாக்ட் பண்ணேன். அப்போ காமெடி சீன்ஸ் தான் ஃபுல்லாக ரியாக்ட் பண்ணேன். அதுக்கப்புறம் எல்லா மூவியும் பிடிக்கும். பர்டிகுலராக வந்து இப்போ லாஸ்ட்டாக வந்து தொடர் மூவி அடா செம்ம பிஜிஎம்மும் செம்ம ஒரு எப்படி சொல்கிறது ரிவெஞ்ச் வேற மாதிரி இருந்துச்சு. அந்த தொடர் மூவி நம்ம ஃபுல் மூவி நம்ம ரியாக்ட் பண்ணியிருக்கோம். ஒஸ்தாது, இப்போ ராவண பிரபு, நிறைய மெமரியில் இல்லை. ஆனால் வந்து நம்ம சேனல் வந்து ஒரு 350-400 வீடியோ இருக்கும் அப்படின்னு பார்த்தீங்கன்னா, ஒரு எப்படி சொல்கிறது, ஒரு 200 மூவினா நம்ம ரியாக்ட் பண்ணியிருப்போம் நம்ம லாலட்டனுக்கு. அந்த அளவுக்கு வந்து பார்த்தீங்கன்னா லாலட்டனுக்கு பெரிய பிக் ஃபேன். ஓகே சார், வந்து சீன் 5ல் வந்து நம்ம லாலட்டன் ரியாக்ஷன் எப்படி இருக்குன்னு சொல்லிட்டு வீடியோக்களை போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோவில் போகிறதுக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். உங்களுக்கு என்ன மூவி வந்து வேணும் அப்படின்னு சொல்லிட்டு கீழே வந்து கமெண்ட் பாக்ஸில் வந்து கமெண்ட் பண்ணுங்கள். அந்த மூவியை நம்ம ரியாக்ட் பண்ணிடுவோம். இப்போ வாங்க வீடியோக்குள்ளே போகலாம். സാർ വരിക. ഫ്യൂച്ചർ ഭാര്യ വീട്ടിലേക്കുള്ള ആദ്യത്തെ വരവാ. നിലത്ത് വെച്ച കാലെടുത്തതായി. കുഴപ്പമുണ്ടോ രാജേന്ദ്രൻ? ഇതിപ്പോ എന്നോ പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ? അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം? വരിക. അല്ല, എസ് പി സാറിന്റെ കല്യാണം എന്താ ഇത്രയും വയസ്സായിട്ട് നടക്കാൻ? ഇത്രയും വയസ്സെന്ന് പറയുമ്പോ അധികം ഒന്നും ഇല്ലടോ. ഒരു 34-35. പിന്നെ ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരമ്മളുടെ മോളുടെ കാര്യം. ഞാൻ വിളിക്കാമെന്ന്. ഇരിക്കടോ. ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. കേമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു. വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണി ഞാൻ തീർത്തേനെ. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണറി യൂണിറ്റ് മുഴുവനാണ് തല്ലി തകർത്തത്. ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ പണ്ടിക്കൽ ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയറോഫില് അവൻ തോന്നിയാസിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമാവൻ പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തവരല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതില് ജാനകി ഒന്ന് സൈൻ ചെയ്യാം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ് അല്ലേ? ദേവി മോളെ വിളിക്കും. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്ന പെരുമാറണം. അത് എസ് പി അറിയണ്ട. ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്കുക. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്താ പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ MD ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും, അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി ജാനകി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ജാനകിക്ക് യു ഹാവ് ദ ഫ്രീഡം. നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കും ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു ഞാനാണെങ്കിൽ യൂണിഫോമിലോ. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും ഞാൻ ഇറങ്ങുന്നു.
എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. വരട്ടെ രാജേന്ദ്രൻ. இவர் சும்மா இருக்க மாட்டாரா? கெட்டப் பாரு, இதுதான் ஃபேமஸ் இந்த கெட்டப். ഓഹോ, തുടങ്ങിയോ? ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. ഇത് നിർത്തി എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ? തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കെട്ടിയോൾ അമ്മണി ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതാ, അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ല എന്ന്. പോളട്ടാ, വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് പറയും. ഇല്ല, എനിക്ക് പരിചയം ഇല്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ഓറാക്കരുത്. ആയിപ്പോവും. കോന്തം പോളേട്ടാ, ഇന്ന് സൺഡേ അല്ലേ? ഇവിടെ സ്റ്റാഫ് ആരുമില്ല. പ്രൈവസി അല്ലേ? சவாரிக்கிறீ என்னதான் அர்த்தம் சொல்லி எனக்கும் தெரியல. நல்லா இருக்கு. ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്നു, ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച് ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, can I fix a drink for you? പുറംകാലിന് തൊഴിച്ചളയും. Poor man. എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിന് ആരുമില്ല. ഈ തെണ്ടി തമ്മാടി കാർത്തികൻ പോലും quite alone in this universe. അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, വരില്ല, ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ഞായറാഴ്ച പുണ്യാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. 7 ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും സവാരി ഗിരിഗിരിയും കുളിയും തന്നെ ഒന്നും ഇല്ല മോനെ. ഒരു റഷ്യ മണം. റഷ്യയൊക്കെ ഔട്ട്. ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം അണ്ണാ, അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശ്ശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോല് വെച്ചു, കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ടിങ് ടിങ്. പിമ്പ് ചന്ദ്രദാസൻ. നമ്മൾ ഇറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനെ ഒന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും. വരട്ടെ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചേനെ. ഗവർണറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരടാ അത്? ഞാനേടാ. അളിയോ, വാ 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 വാ. ഏത് വകുപ്പിലാണ് ചെറ്റാ ഞാൻ നിന്നെ കളിയാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവിടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയേട്ടതില്ലടാ, ചുറ്റിക്കളി. അവരുടെ മൂത്ത മൗലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എനക്ക് കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. പോയ വെറുതെ വഴക്കണ്ട കളിച്ചല്ലേ. എടാ കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ. നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി താഴ്ത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന് മുമ്പിൽ പൊക്കില്ലത്. അയ്യോ, രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. ഉണ്ണി ബാക്കിലോട്ട് നിക്കി. മോനെ നടേശ, ജീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ. സവാരി ഗിരിഗിരി.
വാ. സവാരി ഗിരിഗിരി. ഓ ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറ കിടിപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റ. വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. ഫാദറ, അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടയ്ക്ക് ഇരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നേഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. വെടിപ്പായല്ലോ പോളേട്ടാ, ഹാപ്പി അല്ലേ?